കോഴിക്കോട് കോട്ടപ്പറമ്പ് അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ മതിലിടിഞ്ഞ് അപകടമുണ്ടായി. ക്യാൻറ്റീൻ പേവാർഡ് ഭാഗത്ത് സ്വകാര്യ വ്യക്തി മണ്ണ് മാറ്റുന്നതിനിടെയാണ് ഒരു ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. പേവാർഡിൽ നിന്നും രോഗികളെ മാറ്റിയിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ആശുപത്രിയുടെ ഒരു ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? കോഴിക്കോട് കോട്ടപ്പറമ്പിലുള്ള അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ മതിലിടിഞ്ഞാണ് അപകടമുണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ പോയാൽ കാണാം. ഒരു സ്വകാര്യ വ്യക്തി കെട്ടിടം പണിയുന്നതിനാവശ്യമായി മണ്ണെടുത്തിരുന്നു. ആ സമയത്താണ് ഈ മതിലിടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. ഈ മേഖലയിൽ അശാസ്ത്രീയമായി മുൻപും മണ്ണെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും സമാനമായ രീതിയിലുള്ള പ്രശ്നമുണ്ടായി. പിന്നീടാണ് വീണ്ടും അതിനൊരു പരിഹാരമുണ്ടാവുകയും വീണ്ടും മണ്ണെടുക്കാനിടയായ സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നിലവിലിപ്പോൾ നമ്മൾ ഇവിടുത്തെ കൗൺസിലർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഒരു മാസം മുമ്പേ ഇവർ ബിൽഡിംഗ് എടുക്കുന്നതിൻ്റെ മുൻകൂട്ടിയായിട്ട് ഇവിടുത്തെ മണ്ണെടുത്തു. ഇവിടെ മണ്ണെടുക്കുന്ന സമയത്ത് മണ്ണെടുത്ത് കഴിഞ്ഞപ്പോൾ അതിശക്തമായ മഴയായപ്പോൾ ഇതിൻ്റെ ചുമരടക്കം ഇടിഞ്ഞു. ഉടനെ തന്നെ ഇതിൻ്റെ എഞ്ചിനീയറും കോർപ്പറേഷൻ എഞ്ചിനീയർമാരും പിന്നെ HDC മെമ്പർ കൗൺസിലർ എന്ന നിലയിൽ ഞാനും സൂപ്രണ്ടും എല്ലാവരും കൂടി ഇരുന്നു ആലോചിച്ചു. അടിയന്തരമായിട്ട് ഈ ചുമര്, കാരണം ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇവർ മണ്ണെടുക്കണ മുമ്പേ ഇതിൻ്റെ ചുമര് കണ്ടീഷനാണോ എന്നുള്ളൊരു പരിശോധന നടത്തിയില്ല. കാരണം ഇതിൻ്റെ കെട്ടിയ ചുമര് വളരെ കണ്ടീഷനാണെങ്കിലേ ഇത്തരത്തിൽ മണ്ണെടുക്കാൻ സാധിക്കുള്ളൂ. അത് ഇല്ലാത്തത് കാരണമാണ് ഈ ചുമര് ഇടിയാൻ കാരണം. ഇതിന് തൊട്ടടുത്താണ് ക്യാൻറ്റീൻ ഉള്ളത്. ഒപ്പം തന്നെ പേവാർഡുമുണ്ട്. ഈ പേവാർഡിൽ നിന്ന് നിലവിൽ ആളുകളെ മാറ്റുന്നതിന് വേണ്ട നടപടികളൊക്കെ ഊർജിതമായി തുടരുന്നുണ്ട്. ഒരുപക്ഷെ അശാസ്ത്രീയമായ രീതിയിലുള്ള മണ്ണെടുപ്പ് ഇനിയും തുടർന്നു കഴിഞ്ഞാൽ കൂടുതൽ ഭീഷണി ഈ ഒരു മേഖലയിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയല്ലേ? അതെ. കാരണം പിന്നെ ഇത് റിട്ടയർ ബാൾ കെട്ടുന്ന ടൈമിൽ തന്നെ താഴത്തു നിന്ന് മണ്ണ് ഇടിഞ്ഞ് വീണാൽ പേവാർഡിനും കൂടി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ പണി പിന്നെ സെപ്റ്റ് ബാളിൻ്റെ പണി പെട്ടെന്ന് തീർക്കാനുള്ള നിർദ്ദേശം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഏതായാലും കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ വേണം എന്ന് കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്വകാര്യ വ്യക്തികളോട് മണ്ണെടുക്കുന്നതിൽ അശാസ്ത്രീയമായ രീതിയിലുള്ള മണ്ണെടുപ്പ് ഉണ്ടാകരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ മണ്ണെടുപ്പ് ഉണ്ടായാൽ ഒരുപക്ഷെ ഈ ക്യാൻറ്റീനും ഒപ്പം തന്നെ ഈ പേവാർഡിനുമൊക്കെ ഒരു ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഒരു അപകട സാധ്യത ഒഴിവാക്കിയിട്ടുണ്ട്. ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.